മൊത്തത്തിൽ നോക്കുമ്പോ ഇങ്ങനെ നോക്കണം. അടിപൊളി. ബാഹുബലി അത്ര എത്തില്ല. ഇനി ഇടണം, വേറെ സിനിമകൾ കൂടെ ഇടണം. മമ്മൂട്ടി ഫാൻസ് ഈ സോഷ്യൽ മീഡിയ കിടന്ന് പറയണേ ഉള്ളൂ, അവര് തിയേറ്ററിലോട്ട് വരുന്നില്ല. രാജമാണിക്യത്തിന് ആ ഒരു വൈബ് ഉണ്ടെന്ന് തോന്നുന്നു. രാജമാണിക്യത്തിന് എനിക്ക് ഈ ഒരു ലാലേട്ടൻ്റെ ഒരു പടത്തിന് കിട്ടിയ ഒരു ഇതൊന്നും ഒരിക്കലും കിട്ടുമെന്ന് തോന്നല്ല. ഉണ്ട്. വെൽക്കം ബാക്ക്. ചോട്ടാ മുംബൈക്ക് ശേഷം തിയേറ്റർ ഇളക്കി മറിക്കാൻ വീണ്ടും ഒരു റീ റിലീസുമായിട്ട് ലാലേട്ടൻ എത്തുകയാണ്. 24 വർഷങ്ങൾക്ക് ശേഷം മംഗലശ്ശേരി നീലകണ്ഠനും MN കാർത്തികേയനും വീണ്ടും അവതരിക്കുന്നു. മാസിന് മാസ്, പാട്ടിന് പാട്ട്, കോമഡി ഉണ്ട്, റൊമാൻസ് ഉണ്ട്, മൊത്തത്തിലൊരു കംപ്ലീറ്റ് എന്റർടൈനർ. ലാലേട്ടന് സ്ഫടികവും മണിച്ചിത്രത്താഴും ദേവദൂതനും അതുപോലെ തന്നെ ചോട്ടാ മുംബൈ ഇതാ ഇപ്പോൾ രാവണപ്രഭുവും തുടങ്ങി അടിച്ചു പൊളിക്കാനുള്ള പടങ്ങളെല്ലാം റീ റിലീസ് വന്നിട്ടുള്ളത്. അതേസമയം മമ്മൂട്ടിക്ക് ആകെ ഒരു വലിയേട്ടനും ഇനി ഒരു സാമ്രാജ്യം കൂടി വരാനുണ്ട്. അപ്പോൾ മമ്മൂക്ക ഫാൻസിന് ഇതുപോലെ തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ കാത്തിരിക്കുന്ന ആ ഒരു റീ റിലീസ് സിനിമകൾ ഏതൊക്കെയാണെന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്തേക്കുക. അപ്പോൾ നേരെ നമുക്ക് രാവണപ്രഭു തിയേറ്റർ എക്സ്പീരിയൻസിലേക്ക്. ചോട്ടാ മുംബൈ എന്തോന്ന് ഇതാണ് പടം. ചോട്ടാ മുംബൈ മുകളിൽ പിന്നെ അല്ലാതെ അങ്ങനെ നരസിംഹം പോലെ ഈ ലെവലത്തിൽ നരസിംഹം ഓക്കെയാണ്. രാവണപ്രഭുവിന്റെ മണ്ടേ കുറെ കണ്ടു പഴകിയ ഒരു സിനിമ വീണ്ടും കണ്ടപ്പോ എങ്ങനെയുണ്ട്? അടിപൊളി. അത് അങ്ങനെ തോന്നയില്ല. ഇല്ല, നല്ല എക്സ്പീരിയൻസ്. ചെറിയ പ്രായത്തിൽ കാണാൻ പറ്റിയില്ല. ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു സിനിമ കാണാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ദീപർ വേറെ ഒന്നുമില്ല. ഇല്ല. ഓക്കെ, എക്സ്പീരിയൻസ് ആയിരുന്നു. മുന്നേ കാണാൻ പറ്റിയില്ല, ഇപ്പൊ കാണാൻ പറ്റിയ നല്ല സന്തോഷം. ലാലേട്ടൻ ഫുൾ റൊമാൻസാണ്. പഴയ ആൾക്കാരെ കണ്ടൊരു സന്തോഷം. അങ്ങനെയാണ് മൊത്തത്തിലൊരു തിയേറ്ററിൽ അർമാദിക്കാനുള്ള സമയമുണ്ട്. ലാലേട്ടൻ ഫാൻസ് കാത്തിരുന്ന ഇപ്പൊ രണ്ടാമത്തെ റീ റിലീസ് ആണ് ചോട്ടാ മുംബൈക്ക് ശേഷം. നല്ല എക്സ്പീരിയൻസ് ആണ്. മൊത്തത്തിൽ ഈ ഒരു കുറെ വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങുമല്ലേ, അപ്പൊ ഇപ്പോഴും നമുക്ക് വരുന്നില്ല, എൻജോയ് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും ഇപ്പോൾ ഇറങ്ങില്ല, കുറച്ച് തിരക്കായതുകൊണ്ട് പോവാ. മുമ്പ് ചോട്ടാ മുംബൈ കണ്ടിരുന്നോ? ചോട്ടാ മുംബൈ കണ്ടില്ല. എന്താണ് ഇത് കാണാൻ കാരണം? ഫസ്റ്റ് ഡേ തന്നെ എന്റെ ഫേവറേറ്റ് മൂവിയാണ്, അതുകൊണ്ട് ആണ്. ഫസ്റ്റ് ഡേ. എന്നാലും ഒരു റീ റിലീസ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായി? സൂപ്പർ ആയിരുന്നു, ഒന്നും പറയാനില്ല, സൂപ്പർ ആയിരുന്നു. എന്താ എല്ലാവരും ഈ ഒരു 2025 കുറെ വിവാദങ്ങളൊക്കെ വരാൻ ചാൻസ് ഉള്ള കുറെ ഡയലോഗുകൾ, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? അങ്ങനെയൊന്നും പറയാനില്ല, മസ്റ്റ് ട്രൈ ആണ്. തിയേറ്ററിൽ പോയി ഇപ്പോഴും അന്ന് കണ്ട ഒരു ഇതുപോലെ തന്നെ ഇപ്പോഴും എൻജോയ് ചെയ്യാം. അന്ന് കാണാനുള്ള ഭാഗ്യം നമുക്കില്ല, സോ ഇപ്പൊ കിട്ടിയതിൽ വളരെ സന്തോഷം. ഭയങ്കര സന്തോഷം. കാരണം ഈ ക്രൗഡ് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ഫാൻസ് ഉണ്ട്. ഇനി ഇടണം, വേറെ സിനിമകൾ കൂടെ ഇടണം. വളരെ ഹാപ്പി. ബാഹുബലി അത്ര എത്തില്ല. ഫസ്റ്റ് പാർട്ടിന് അത്ര എത്തില്ല. എങ്ങനെ ഉണ്ടായിരുന്നു? ഹിറ്റ് അടിക്കാനുള്ള ഒരു ഇതുണ്ടോ? അത് പ്രഡിക്റ്റബിൾ സ്റ്റോറിയാണ്. അതുകൊണ്ട് 2025 ഓഡിയൻസ് വർക്കാവോ? പാടായിരിക്കും. ഇല്ല. എന്നാലും കാർത്തികേയൻ നമ്മുടെ നടിയോട് കാണിച്ച കുറച്ച് പൊളിറ്റിക്കൽ ക്രൂരതയായി, ഭയങ്കര ക്രൂരതയായി പോയി. അത് ഇപ്പൊ അംഗീകരിക്കുമോ നമ്മുടെ ജെൻസി കുട്ടികളൊക്കെ? വേണമെങ്കിൽ അംഗീകരിക്കട്ടെ, നമുക്ക് ഒരു രക്ഷയില്ല. പിന്നെ എനർജിയും അടിപൊളി. അടിപൊളിയായിരുന്നു, എല്ലാരും നല്ല എനർജറ്റിക് ആയിരുന്നു, ഇഷ്ടായി. എങ്ങനെയാണ് ഒരു ക്രൗഡുമായിട്ട് കണ്ടപ്പോ ഒരു എക്സ്പീരിയൻസ്? അത് വേറെ ലെവലല്ലേ. എല്ലാരും ആദ്യമായിട്ടാണ് ഞാൻ തിയേറ്ററിൽ കാണുന്ന ഈ സിനിമ. അപ്പൊ എല്ലാരും ലാലേട്ടന്റെ പടമാണോ ആദ്യമായിട്ടാണ് തിയേറ്ററിൽ കാണുന്നത്? അല്ലല്ല, രാവണപ്രഭു തിയേറ്ററിൽ ആദ്യമായിട്ടാണ്. ഓക്കെ. കാരണം ഇറങ്ങി ഡാൻസ് കളിച്ചു. അതെ, അടിച്ചു പൊളിച്ചു എല്ലാരും. കാരണം ഒരുപാട് ക്ലോസപ്പ് ഷോട്ടുള്ള സിനിമയാണിത്. പി സുകുമാറിന്റെ ഒരു ക്യാമറ വർക്കുണ്ട്. അപ്പം ആ ക്ലോസപ്പ് ഷോട്ടിൽ മോഹൻലാലിനെയും വസുന്ധരാദാസിനെയൊക്കെ സ്ക്രീനിൽ കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ കുറച്ച് പ്രശ്നമുണ്ട് റീമാസ്റ്ററിൽ, ചില സീൻസ് ബ്ലർ തോന്നും. പിന്നെ ഒരു 10 മിനിറ്റോളം ട്രിം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും വലിയ പ്രശ്നമല്ല. ട്രിം ചെയ്തിരിക്കുന്ന കുറച്ച് സീന്, നാദൃശയൊക്കെ വരുന്ന സീന് നമ്മൾ അറിയൂല സിനിമയുടെ ഒഴിവില്ല. അത്രയും ഈ സിനിമ കാണാപാഠം പഠിച്ചവർക്ക് അറിയാം ഏതൊക്കെ സീനാണ് പോയിരിക്കുന്നത്. മോഹൻലാലും വസുന്ധരാദാസുള്ള ഒരു സീന്, ചെറിയൊരു സീന് കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ പാട്ടുകളൊക്കെ കിടില എഫക്റ്റ് ആയിരുന്നു. കാരണം ഈ പൊട്ടുകുത്തടിയും സടക്ക് തിയേറ്റർ ഭയങ്കര വൈബാണ്, ഡാൻസ് മെറ്റീരിയൽ. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അറിയാതെ ആ സോങ്ങിന് ഒരു കുറച്ചും കൂടി ഒരു സൗന്ദര്യം കിട്ടി ഈ റീമാസ്റ്ററിങ്. അപ്പൊ നമ്മള് റീ റിലീസുള്ള കാര്യം പറയണേ, ലാലേട്ടനാണ് ഇതുപോലെ അടിച്ചുപൊളി പടങ്ങളൊക്കെ. കാരണം ലാലേട്ടന്റെ പടങ്ങൾ ഭയങ്കര റിപ്പീറ്റ് വാച്ചാണ്. അത് ബാക്കിയുള്ള നടന്മാർക്ക് കിട്ടാത്തതും അത് അവരുടെ കുറ്റമൊന്നുമല്ല. കാരണം ലാലേട്ടന്റെ പടത്തിലെ ചിരിയുണ്ട്, ഡാൻസ് ഉണ്ട്, ഇമോഷൻ ഉണ്ട്. ഇപ്പൊ രാവണപ്രഭു നോക്കിയാലും അച്ഛൻ മോഹൻലാലിന്റെ സീന് വരുമ്പോൾ ഭയങ്കര ഇമോഷനാണ്. അന്ന് റിലീസ് ടൈമില് ഉണ്ടായിരുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ആ സീനും കുറച്ച് ലാഗാണ്. ആകാശദീപം പാട്ടൊക്കെ വരുമ്പോൾ ഭയങ്കര ഇമോഷണൽ ആണെന്ന്. പക്ഷെ ഇപ്പൊ വീണ്ടും കാണുമ്പോൾ ഭയങ്കര ഫീലാണ് ആ സീനൊക്കെ. പിന്നെ എല്ലാം ബാലൻസ് ചെയ്തിട്ടുണ്ട് രഞ്ജിത്ത്. സത്യം പറഞ്ഞാൽ രഞ്ജിത്തൊക്കെ ഇപ്പൊ ആലോചിക്കും ഭയങ്കര മിസ്സിങ് ആണ്. കാരണം ഇങ്ങനത്തെ പടങ്ങൾ എഴുതാൻ പറ്റും, പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും അവർക്ക് പേടിയാണെന്ന്. എന്തെങ്കിലും ഈ സിനിമയിൽ തന്നെ അങ്ങനത്തെ കുറെ ഡയലോഗൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ എഴുതി കഴിഞ്ഞാൽ എല്ലാവരും കൂടെ കൊല്ലുവോ, എന്നെ അറ്റാക്ക് ചെയ്യോ. കാരണം രഞ്ജിത്ത് രാവണപ്രഭുവിന് ശേഷം എടുത്ത പടങ്ങളൊക്കെ നോക്കാം. നന്ദനം, ഇന്ത്യൻ ട്രൂപ്പി, സ്പിരിറ്റ്, അങ്ങനെയുള്ള പടങ്ങളിലോട്ട് പോകും. മാസ് കിട്ടിലനായിട്ട് എഴുതാൻ പറ്റിയ ഒരാളാണ് പുള്ളി. എഴുതി വേറെ ആരെങ്കിലും ഡയറക്റ്റ്
ചെയ്യണം, എന്നാൽ കുറെ കൂടെ കിടിലാവും. മമ്മൂക്ക ഫാൻസിന് ഇതുപോലെ റിലീസ് ചെയ്യാൻ ഏതെങ്കിലും പറയാൻ പടങ്ങള് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടായിരുന്നു. പടക്കം വീരഗാഥ റിലീസ് ചെയ്തു, ഞാൻ കണ്ടു. പിന്നെ വേറെ പാലേരി മണി. പക്ഷെ ഈ മമ്മൂട്ടി ഫാൻസുകാർ ഈ സോഷ്യൽ മീഡിയ കിടന്ന് പറയണതേ ഉള്ളൂ, അവർ തിയേറ്ററിലോട്ട് വരുന്നില്ല. ഇപ്പൊ വേറെ ഒന്നുമില്ല, ഉദാഹരണം മോഹൻലാൽ ഫാൻസുകാർ ഇടുന്ന എഫേർട്ട് പോകണം. അതായത് കേരളം മൊത്തം അവർ ഭയങ്കര എഫേർട്ടാണ് ഇടുന്നത്, ഫ്ലക്സ് വയ്ക്കാനും അല്ലെങ്കിൽ ഈ പടം വരുമ്പോൾ. ഇത് മമ്മൂട്ടി ഫാൻസുകാർ ചെയ്യുന്നില്ല. ഒരു രാജമാണിക്യം പോലെ ഒരു അടിച്ചുപൊളി പടം മമ്മൂട്ടിയുടെ ഇപ്പോൾ വലിയേട്ടൻ എന്താണ് കുഴപ്പം? വന്ന് കിടിലനായിട്ട് ഓടിയ പടം. ഞാൻ ശ്രീമ തിയേറ്ററിൽ 3 പ്രാവശ്യം ഞാൻ കണ്ട പടം. അത് വന്നിട്ട് എത്ര മമ്മൂട്ടി ഫാൻസുകാർ ഇവിടെ വന്നു. ഞാൻ എയർസ്പെക്സിലാണ് ഞാൻ കണ്ടത് വലിയേട്ടൻ. പക്ഷെ അവർ പറയും രാജമാണിക്യം ബിഗ് ബി വന്നു കഴിഞ്ഞാൽ തിയേറ്റർ ക്ലിക്ക് ആവും. പക്ഷെ ഇതിൽ എത്ര പേര് വരും? ബിഗ് ബിയുടെ കേസ് തന്നെ പറയാം. ആ സമയം വിഷുവിന് ഇറങ്ങിയ പടമാണ് ചോട്ടാ മുംബൈ വിനോദയാത്ര കൂടെ. പക്ഷെ അപ്പോഴും മമ്മൂട്ടി ഫാൻസ് സ്വീകരിച്ചില്ല. അത് കഴിഞ്ഞ് DVD ഇറങ്ങിയപ്പോൾ അമൽനീരത് ഒരു ഇന്റർവ്യൂവിൽ പണ്ടെങ്ങാണ്ട് അമൽനീരത് പറഞ്ഞിട്ടുണ്ട്, ആ പടം തിയേറ്ററിൽ വൻ സക്സസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അപ്പോഴും അവർ ഒരു വ്യത്യസ്തത, ഇപ്പോഴാണ് മമ്മൂട്ടി ഫാൻസിന്റെ വ്യത്യസ്തതയെ കുറിച്ച്. രാവണപ്രഭു റീ റിലീസ് ആയിരുന്നില്ല, അടിപൊളിയല്ലേ പടം? ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ഒരു റീ റിലീസ് ആയിരുന്നു. അടിപൊളി, കൊള്ളാം. 4K അത്യാവശ്യം നൈസ് ആയിരുന്നു. വേറെ ലെവൽ തിയേറ്റർ എക്സ്പീരിയൻസ്. ഒരുപാട് നാളായി 2025 ലാലേട്ടൻ തൂക്കി, മൊത്തത്തിൽ തൂക്കുമ്പോ ഇങ്ങനെ തൂക്കണം. അടിപൊളി, ഒരു രക്ഷയില്ല, പൊളിച്ചടക്കി. ഇത് എനിക്ക് വേണം ചോട്ട മുമ്പേക്ക് മേലെ പോയി എന്നാണ് എനിക്ക് എന്റെ ഒരു ഇതില്. കാരണം ഒരു സെക്കൻഡ് ഒരു ലാഗ് ഇല്ലാത്തൊരു പടമാണ്. നമ്മളൊരു പുതിയ പടം കാണുന്ന ഒരു പ്രശ്നമാണ് ഈ പടം കാണുമ്പോൾ കിട്ടണം. അമ്മാതിരി എക്സ്പീരിയൻസ് ഫെസ്റ്റിവൽ മൂഡാണ്. 2025 ലാലേട്ടൻ മൊത്തത്തിൽ തൂക്കിയിട്ടുണ്ട്. വേറൊരു എക്സ്പീരിയൻസ് ആണ്. ആ പഴയ ലാലേട്ടന് അതുപോലെ അതേ എനർജിയിൽ കാണാൻ പറ്റി. നമ്മൾ ചെറുതായിരുന്നപ്പോൾ ഇറങ്ങിയതല്ലേ, അപ്പൊ അത് ലൈക്ക് ഒന്നേന്ന് കണ്ടപ്പോഴത്തേക്കും ഓളം എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും നന്നായിട്ട് ഡാൻസ് കളിച്ചു. അതാണ് ലാലേട്ടന്റെ രണ്ടാമത്തെ റീ റിലീസ് ആണ്. സൂപ്പർ ഒരു രക്ഷയില്ല. നമ്മൾ 5 പടവും കഴിഞ്ഞ വർഷം വരെ പറഞ്ഞുകൊണ്ടിരുന്ന ലാലേട്ടന്റെ ഇനി പഴയ പടങ്ങളുണ്ട് രക്ഷയുള്ളെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ആർക്കും പറ്റുന്നില്ല. ഇപ്പോഴും തുടരും. ലാലേട്ടൻ തുടരും. അത്രേ ഉള്ളൂ. എന്നാലും ഒരു ഫാൻസ് കാത്തിരുന്ന ഒരു പരിപാടിയായിരുന്നു. പിന്നെ അതുക്കപ്പുറം 4K ഇറങ്ങിയിട്ട് ഏറ്റവും നല്ലത് എക്സ്പീരിയൻസ് ആണ്. ചോട്ടാമ്പയ്ക്ക് മുകളിൽ തുള്ളാനുണ്ടോ ചേട്ടൻ? പിന്നെ അതൊക്കെ മേലെ ഗൂസ് ബംസ് ലാലേട്ടൻ അത്രേ ഉള്ളൂ പറയാൻ ബ്രോ. കാരണം നമ്മൾ ഈ പടം ഇറങ്ങുമ്പോൾ നമ്മളെല്ലാവരും നമ്മൾ തിയേറ്ററിൽ കാണാത്ത പടമാണ്. പക്ഷെ അത് തിയേറ്ററിൽ കൊണ്ടുവന്ന് ഇത്ര ഇമ്പാക്ട് കൊണ്ടുവരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ റേഞ്ച്. പിന്നെ നമ്മൾ ഡാൻസ് കളിച്ച് പോയി പറഞ്ഞ ബാക്കിയില്ലേ, അടിപൊളിയായിരുന്നു. കാര്യം ലാലേട്ടൻ ഒരു ആഡ് വന്നാൽ പോലും നമ്മൾ റിപ്പീറ്റഡ് കാണുന്നതാണല്ലോ. അപ്പം ഈ രാവണപ്രഭുവൊക്കെ എത്ര പ്രാവശ്യം കണ്ടാലും ആ ഒരു പുതുമ, ഒരു പുതിയ ഫിലിം കണ്ട ഒരു മൂഡാണ്. പിന്നെ എനിക്കൊരു തോന്നി സുരേഷ് പീറ്റർ സാറ് ഇപ്പം ഇൻഡസ്ട്രിയിൽ എന്നുള്ളൊരു വിഷമമുണ്ട്. കാര്യം സാറിൻ്റെ ഒരുപാട് പാട്ടുകൾ ഇപ്പം റീൽ കട്ടായതൊക്കെ റിപ്പീറ്റ് മോഡ് നമ്മൾ കാണണമായിരുന്നു. പക്ഷേ ഇപ്പം സാറിൻ്റെ പാട്ടുകളാണെന്ന് പോലും ആർക്കും അറിയില്ല. സാറിൻ്റെ ആ ഒരു ഇൻഡസ്ട്രിയിൽ ഇല്ലാത്ത ആ ഒരു വിഷമം എനിക്ക് പേഴ്സണലി ഉണ്ട്. പക്ഷേ നമ്മൾ അടിച്ചു പൊളിച്ച ലാലേട്ടൻ മുത്തല്ലേ. ഒരുപാട് പേര് പറഞ്ഞത് 2025 ഇറങ്ങുമ്പോൾ കുറച്ച് ലാലേട്ടന്റെ പൊളിറ്റിക്കൽ പരിപാടികൾ അതിനോട് യോജിക്കാൻ കഴിയില്ല എന്നൊക്കെ. അതൊക്കെ കണ്ടപ്പോ അങ്ങനെ തോന്നി? അങ്ങനെയൊന്നും ഇല്ലടാ. ആസ് എ മോഹൻലാൽ ഫാനല്ല ഉയർന്ന രീതിക്കും രാവണപ്രഭു ഒരു ഫിലിം, പഴയ ഫിലിം 2001 ഇറങ്ങിയ അത് വെച്ച് കമ്പയർ ചെയ്ത് കാണാൻ വന്നാൽ പോലും ഒരു പുതിയ ഫിലിം കണ്ട മൂടാണ്. ഇവിടെ ടെക്നിക്കൽ സൈഡോ സിനിമാറ്റോഗ്രാഫി മേക്കിങ്ങോ ഒന്നുമില്ല. ലാലേട്ടൻ ആ ഒരു പേര്, ആ ഒരു ആക്ടിങ് പറയേണ്ടതില്ലല്ലോ. CD-യിലിട്ട് കണ്ട മൂവിയാണ്, വീണ്ടും തിരിച്ചു കാണാൻ പറ്റിയ ഭയങ്കര ഹാപ്പി. എന്താണ് തൂക്കിയടിയാണ് 2025 എന്നുള്ള ലാലേട്ടൻ്റെ തൂക്കിയടിയായിരുന്നു. ആയിക്കോട്ടെ, ലാലേട്ടനെ കൊണ്ട് മാത്രം പറ്റണ ഒരു ക്രൗഡ് പുള്ളിങ് എന്നൊക്കെ പറയില്ലേ, അത് ഈ ഒരു സംഭവം ലാലേട്ടനെ കൊണ്ട് മാത്രം. ലാലേട്ടനെ കൊണ്ട് ഇനി അത് വേറെ നടന്ന് സാധിക്കുമോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ എന്തായിരുന്നാലും ഇതൊരു ലൈഫ് ടൈം എക്സ്പീരിയൻസ്. FDFS കയറിയത് ഈ പടം ഇപ്പം ഇത് കണ്ടത് രാവിലെ കയറി കണ്ടവർക്കെല്ലാം ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരിക്കും. മമ്മൂക്ക ഫാൻസ് ഇതുപോലെ റീ റിലീസ് ചെയ്ത് എൻജോയ് ചെയ്യാനുള്ള ഓളം ഉണ്ടാക്കുന്ന പടങ്ങളൊക്കെ കാത്തിരിക്കുന്നുണ്ട്. അതിന് വല്ല വകുപ്പുണ്ടോ? ഞാനിപ്പോൾ ഈ 1500 രൂപ ഫസ്റ്റ് ഡേ കളക്ഷൻ കിട്ടുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. ലാലേട്ടൻ പടത്തിന്റെ കാര്യമാണ്. സാമ്രാജ്യം ഇല്ലാതെ നമുക്ക് സാമ്രാജ്യം ഫസ്റ്റ് ഡേ കളക്ഷൻ ഇവിടെ ഏരീസിൽ നിന്ന് മാത്രം ഒരു ദിവസം തൂക്കിക്കാണ്. ഏരീസിനെ കൊണ്ട് മാത്രമേ. അത് 2000 രൂപ കളക്ഷന്റെ കണക്കല്ലല്ലോ നമ്മൾ പറയണം. അത് നമുക്ക് വേറൊരു കോണ്ടെക്സ്റ്റ് നമുക്ക് പറയാം. മമ്മൂട്ടിയുടെ വടക്കം വീരഗാഥ വന്ന്, അതേപോലെ സാമ്രാജ്യം വന്ന്, അതൊക്കെ നമ്മൾ കണ്ടതാണ്. ഏത് രീതിയിൽ എങ്ങനെ പോയി എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പൊ ലാലേട്ടന്റെ ഒരു ഓഫ് ബീറ്റ് പടമായ ദേവദൂത ഉണ്ടാക്കിയ ഒരു ഓളം പോലും സാമ്രാജ്യത്തിന് അല്ലെങ്കിൽ മറ്റേ വടക്കം വീരഗാഥയ്ക്ക് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. രാജമാണിക്യത്തിന് ആ ഒരു വൈബ് ഉണ്ടെന്ന് തോന്നുന്നു. രാജമാണിക്യത്തിന് എനിക്ക് ഈ ഒരു ലാലേട്ടൻ്റെ ഒരു പടത്തിന് കിട്ടിയ ഒരു ഇതൊന്നും ഒരിക്കലും കിട്ടുമെന്ന് തോന്നല്ല. ഉണ്ടെങ്കിൽ നോക്കാം എങ്ങനെയാണ്. ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. അല്ല, ഒരു ഫെസ്റ്റിവൽ മൂഡുള്ള ബാക്കി റിലീസ് ചെയ്തെല്ലാം ഒരു തിയേറ്റർ വാച്ചിനുള്ളതല്ലായിരുന്നല്ലോ, ജസ്റ്റ് ഒരു പഴയ സിനിമകൾ.
ബ്രോ, അതായത് റീ റിലീസ് എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും റിപ്പീറ്റ് വാല്യൂ അല്ലെങ്കിൽ റിപ്പീറ്റ് വാല്യൂ വാച്ചിങ് ഉള്ള പടങ്ങൾക്കേ പറ്റുമോ. അത് മമ്മൂക്കയ്ക്ക് വളരെ കുറവാണ്. ലാൽ സാറിന് അത് ഒരുപാടുണ്ട്. ലാലേട്ടൻ്റെ ഒരു ഓറ അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ലാലേട്ടൻ്റെ പഴയ പടങ്ങളായിരുന്നാലും പുതിയ പടങ്ങളായിരുന്നാലും എപ്പോഴാണ് നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്ന ടൈപ്പ് പടങ്ങളാണ്. അത് മമ്മൂട്ടിക്ക് ഇല്ലാത്തതിന് ഈ ഫാൻസുകാർ അങ്ങനെ പറഞ്ഞിട്ട് അത് അതൊന്നും ഒരിക്കലും അതൊന്നും വർക്കാവുന്ന കാര്യങ്ങളല്ല.